ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് വേദയാണെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദിനിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. നന്ദിനിക്കാണെങ്കിൽ വേദയോട് നല്ല ദേഷ്യമാണല്ലോ. അവർ ഉണ്ടാക്കിയ ചിട്ടിപ്പൈസയുടെ കാര്യങ്ങളൊക്കെ വീട്ടിലറിഞ്ഞു. അത് ബാങ്കിൽ അടയ്ക്കാൻ ഇവർ സൂക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദ അതൊക്കെ ഇങ്ങനെ സമ്മതിപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പൈസ പോയതിൻ്റെയും അഥവാ അത് തിരിച്ചു കിട്ടിയാൽ അത് ബാങ്കിൽ അടയ്ക്കണമല്ലോ എന്നുള്ള ഇതിൻ്റെയൊക്കെ പേരിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ നന്ദിനി. ഇതിൻ്റെ എല്ലാം ദേഷ്യം നമ്മുടെ വേദയോടാണ്. വേദ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് നന്ദിനി പറയുന്നത്. അങ്ങനെ ശ്രീജയും വിഷ്ണുനും കൂടി അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഇങ്ങനെ നന്ദിനി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്, ചുമ്മാ ഇരുന്നിങ്ങനെ തിന്നാ മതിയല്ലോ, എൻ്റെ വിനയേട്ടം കൊണ്ടുവന്ന് കഷ്ടപ്പെടുന്നുണ്ട്, 4 നേരം മൂക്കുമുട്ട ഇങ്ങനെ ഇരുന്ന് എല്ലാവർക്കും തിന്നാം എന്നും പറഞ്ഞിങ്ങനെ നന്ദിനിയാണെങ്കിൽ വായിത്തൊന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തിനാ നന്ദിനി ചേച്ചി എന്നോടുള്ള ദേഷ്യത്തിന് ശ്രീജേച്ചിയോടും വിശ്വേട്ടനോടും പറയുന്നത്? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയല്ലോ. അതിന് ഞാൻ നിങ്ങൾക്ക് തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. പൈസ കിട്ടിയാൽ അത് ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി എടുത്ത് ബാങ്ക് ലോണല്ലേ, അത് അടയ്ക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ നന്ദിനി പറയുകയാണ് കേട്ടോ. പിന്നെ നിങ്ങളും ഈ വീട്ടിലുള്ളവർ തന്നെയല്ലേ, വിനയേട്ടനാണെങ്കിൽ ഈ അച്ഛനും അമ്മയുടെയും മകൻ തന്നെയല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എടി ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചത്. എൻ്റെ വിനയേട്ടനാണെങ്കിൽ ഉറുമ്പ് 1 മണി അരി കാത്തു സൂക്ഷിച്ച് വെക്കുന്നത് പോലെ ഉണ്ടാക്കിയതാ ഇതൊക്കെയെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദിനിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇതൊക്കെ വേദയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ് നന്ദിനി. ഇത് കേട്ടിട്ട് വേദ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ കമലാമ്മയ്ക്ക് അപ്പോഴേക്കും വിനയൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് കമലാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദിനിയുടെയും വിനയൻ്റെയും മനസ്സിലിരിപ്പ് എന്താണെന്ന്. എന്നിട്ട് കമലാമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നന്ദിനി നീ ഒന്നും മതിയാക്കിക്കോ, നീ ഇതിനു വേണ്ടി കണക്ക് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ നിങ്ങൾ അങ്ങോട്ട് തരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, ആഹാ ഞാനും എൻ്റെ വിനയേട്ടനോടും കൂടി മാസം ഇങ്ങോട്ട് പൈസ എന്നെ തരുന്നതുകൊണ്ടല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നന്ദിനി നീ ഇത്രയും കണക്ക് പറയുകയാണെങ്കിൽ എനിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനും കണക്ക് കുറേ പറയാമെന്ന് പറയുമ്പോഴേക്കും നന്ദിനി ഇങ്ങനെ മിഴിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, നിങ്ങൾ മാസം എണ്ണി തരുന്ന തുച്ഛം പൈസ കൊണ്ട് ഈ വീട്ടിൽ ഒരു 10 ദിവസം പോലും ചിലവ് കഴിയാനുള്ള പൈസയില്ല. കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത്. ആ മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. നിങ്ങളെ ഞങ്ങൾ ഇതുവരെ ഒരു ബുദ്ധിമുട്ടെങ്കിലും അറിയിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ കമലാമ്മ പറയുകയാണ് കേട്ടോ. മാസം എണ്ണി തിട്ടപ്പെടുത്തി എന്തേലും നക്കാപ്പിച്ച പൈസ തന്നിട്ട് നീ ഞങ്ങളോട് കണക്ക് പറയാൻ വരുന്നു. എന്നിട്ട് നീ വിനയം കൊണ്ടുവരുന്ന പൈസയെല്ലാം കൂടി പിടിച്ച് സൂക്ഷിച്ച് വെച്ചിട്ട് ഇപ്പം എന്താ ഉണ്ടായ? അതെല്ലാം പോയില്ലേ, അതങ്ങനെയേ വരൂ. പിന്നെ നീ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് കമലാമ്മ നല്ലതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് നന്ദിനിക്ക് ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നന്ദിനി കണ്ണുമിഴിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടോണ്ട് വന്ന വിക്രം ഇങ്ങനെ നിൽക്കുകയാണ്. വിക്രം പറയുന്നുണ്ട്, അമ്മേ ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസയെല്ലാം ഞാൻ തന്നെ അടച്ചു കൊള്ളാം. അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു വഴക്കും ഒരു സംസാരവും വേണ്ട. അത് നന്ദിനി എടുത്തിയും വിനയേട്ടനും അടയ്ക്കുകയും വേണ്ട. എന്തായാലും അത് നേരായ മാർഗത്തിൽ അധ്വാനിച്ച് തന്നെ ഞാനത് വീട്ടിൽ കൊള്ളാമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിശ്വം പറയുന്നുണ്ട്, ആഹാ അപ്പം നീ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ നിന്ന് എല്ലാം അവസാനിപ്പിച്ച് നീ ഇറങ്ങാൻ തീരുമാനിച്ചോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതങ്ങനെയൊന്നും പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. എങ്കിലും ഞാൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെ ഞാൻ എപ്പോഴെങ്കിലും പതുക്കെ ആ കടമൊക്കെ ഞാൻ തന്നെ വീട്ടിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കമലാമ്മയും വേദയും കൂടി വിക്രമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നന്ദിനിയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണല്ലോ. എന്നിട്ട് കമലാമ്മയോടായിട്ട് പറയുന്നുണ്ട്, എന്നെ ഇത്രയൊക്കെ അമ്മ പറയാൻ കാരണം ഇവൾ ഒറ്റയൊരുത്തിയാ. ഇവള് ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്നതിന് ശേഷമാണ് ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. നീയാടി എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് വേദയോട് ഇങ്ങനെ കൈ ചൂണ്ടി അടിക്കാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ് കേട്ടോ.
ഇത് കണ്ടിട്ട് വേദയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൈ ചൂണ്ടിയിട്ട് നന്ദിനിയുടെ നേരെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, തൊട്ടുപോകരുത് തന്നെ. നിങ്ങൾ നന്ദിനിയേട്ടത്തെയും വിനയേട്ടനും കൂടി ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തോ അതിൻ്റെ ഫലം തന്നെയാണ് അമ്മ പറഞ്ഞത്, അല്ലാതെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടല്ല. പിന്നെ എന്നോട് മെക്കിട്ട് കയറാൻ വന്ന ഞാൻ ആരാണെന്ന് നന്ദിനിയേട്ടത്തി അറിയുന്നു പറഞ്ഞിട്ട് വേദ ഇങ്ങനെ നന്ദിനിയുടെ നേരെ കൈ ചൂണ്ടുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമാണെങ്കിൽ പെട്ടെന്ന് പറയുന്നുണ്ട്, അതെ കൈ താത്തറി, നീ ആരുടെ നേരെയാ കൈ ഓങ്ങിക്കൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് വേദ ഇങ്ങനെ വിക്രം വഴക്ക് പറയാണ് കേട്ടോ. വേദയ്ക്ക് ഇത് സഹിക്കാവുന്നതിൽ അപ്പുറം ആവുന്നുണ്ട്. വിക്രം വഴക്ക് പറഞ്ഞപ്പോൾ വേദ ഇങ്ങനെ പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രം പെട്ടെന്ന് ഇങ്ങനെ വേദയെ തല്ലാനായിട്ട് ഇങ്ങനെ കൈ ഓങ്ങുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കമലാമ്മ പറയുന്നുണ്ട്, വിക്രം അവളുടെ മേലെ നീ തൊട്ടു പോകരുത്, നീയല്ലേ ഇതിനെല്ലാം കാരണം. ആ കുട്ടി ഈ വീട്ടിൽ വന്നിട്ട് എന്ത് നല്ല രീതിയിൽ ജീവിക്കേണ്ട കുട്ടിയാ. ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിൽ വന്ന് ഈ വഴക്കിൻ്റെ ഇടയിൽ വന്ന് ആ കുട്ടി ജീവിക്കേണ്ടി വന്നത് നീ ഒറ്റയൊരുത്തം കാരണമല്ലേ. എന്നിട്ടിപ്പോൾ അവളുടെ മേലെ കൈവെക്കാനും കൂടി ഒരുങ്ങുന്നു. ഈ വീട്ടിൽ എന്തായാലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് കമലാമ്മ പറയുന്നുണ്ട്, എനിക്ക് 3 ആൺമക്കൾ ഉള്ളതിൽ ഒരാൾ പോലും ഈ വീട്ടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നില്ല. ആ മാഷ് ഈ പ്രായത്തിലും അധ്വാനിച്ച് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീടിങ്ങനെ എങ്കിലും ഓടിപ്പോകുന്നത്. അതുകൊണ്ട് നീ ആരെയും കുറ്റം പറയാനായിട്ട് നിനക്കും ഒരു അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ ഇങ്ങനെ വഴക്ക് പറയുകയാണ് കേട്ടോ കമലാമ്മ. ഇത് കേട്ടിട്ട് വിക്രം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ വേദയ്ക്കാണെങ്കിൽ ആകെ വിഷമമായിട്ടുണ്ട്. വിക്രമാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ കൈ ഓങ്ങിയത് വേദയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. വേദയാണെങ്കിൽ ഇങ്ങനെ വരാന്തയിൽ പോയിരുന്നിട്ട് ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് വിക്രമാണെങ്കിൽ ഇങ്ങനെ ജനലിൽ കൂടി നോക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ കണ്ണ് നിറയുന്ന കണ്ടിട്ട് വിക്രമിനും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ. എന്നാൽ തനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് കൈയോങ്ങിയതാണ്. എന്നാൽ അത് ഓർത്തിട്ട് കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ വേദയുടെ അടുത്ത് നിന്ന് ഒന്ന് ആശ്വസിപ്പിക്കാനാവാതെ ഇങ്ങനെ നിന്ന് ആകെ വിഷമിക്കുകയാണ് വിക്രമും. ഈ സമയമാണെങ്കിൽ കമലാമ്മ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. വേദയുടെ അടുത്ത് ചെന്നിട്ട് മോൾക്ക് വിഷമമായെന്ന് അമ്മയ്ക്ക് അറിയാം, എന്തായാലും മോൾ അമ്മയോട് ക്ഷമിക്കും മോളെ, ഇങ്ങനെയൊന്നും ആവുമെന്ന് അമ്മയും കരുതിയില്ല, എന്തായാലും മോള് വിഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. എനിക്ക് ആകെയുള്ള ഒരു ആശ്വാസം ഇതൊന്നും കാണാനായിട്ട് മാഷ് ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ. മാഷ് ഉണ്ടായിരുന്നെങ്കിൽ മാഷ് ഇതൊക്കെ തകർന്നു പോയേനെ. മാഷിന് മക്കളെ കൊണ്ട് സന്തോഷിക്കാനായിട്ട് ഒരിക്കലും ഒരു യോഗവും ഇല്ല മോളെ. വിക്രമിനെ ആയിരുന്നു ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ, അത് ഇങ്ങനെയോ ആയെന്ന് പറഞ്ഞിട്ട് കമലാമ്മ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ. ഈ സമയം വേദ പറയുന്നുണ്ട്, അല്ലമ്മേ ഞാനല്ലല്ലോ, നന്ദിനിയേട്ടത്തിയല്ലേ ഇങ്ങോട്ടേക്ക് വഴക്കിന് വന്നത്. വെറുതെ ആ ശ്രീജേച്ചിയുടെ കണ്ണു നിറയുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ശ്രീജേച്ചിയെ എപ്പോഴും നന്ദിനിയേട്ടത്തി ഓരോ കുത്തുവാക്ക് പറഞ്ഞ് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പറഞ്ഞത്. എന്നാൽ വിക്രം ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ വെറുതെ എന്നെ അങ്ങനെ കൈവങ്ങാൻ വന്നതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാതായി പോയത് എന്നൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ കമലാമ്മയോട് പറയുന്നത് നമ്മുടെ വിക്രമാണെങ്കിൽ ജനൽ കൂടി ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രമിനാകെ വിഷമമാവുന്നുണ്ട്. വിക്രമിനെ അറിയാം നന്ദിനിയുടെ സ്വഭാവം ഇങ്ങനെയാണെന്നൊക്കെ അറിയാം. എങ്കിലും വേദയെ പെട്ടെന്ന് റിയാക്ട് ചെയ്തപ്പോൾ വിക്രമിനും അത് കണ്ടു നിൽക്കാനായില്ലെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ കമലാമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. മോളെന്തായാലും സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. എന്നാൽ വിക്രമാണെങ്കിൽ കമലാമ്മ പോയി കഴിയുന്നതും വേദയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. വേദയാണെങ്കിൽ കണ്ണീരൊക്കെ തുടച്ചിട്ട് പെട്ടെന്ന് വിക്രമിനെ കാണുമ്പോഴേക്കും ദേഷ്യപ്പെട്ടിങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. വിക്രം ഇപ്പോൾ വേദയോട് പറയുന്നുണ്ട്, നീ എന്തിന് ഏട്ടത്തിമാരെ ഓരോന്ന് പറയാൻ പോകുന്നത്? ഏട്ടത്തിമാരുടെ നേരെ ഒച്ചയിടുന്നത് എനിക്കിഷ്ടമല്ല. അത് നീ കുറച്ചൊക്കെ ഒന്ന് കണ്ടും കേട്ട് നിൽക്കണ്ടേ, അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് അങ്ങനെ വന്നത് എന്ന് പറയുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, അതിന് വിക്രം എന്തിനാ എന്നോടിങ്ങനെ പറയുന്നത്? അല്ല സോറി എന്നിങ്ങനെ പറയുമ്പോഴേക്കും എൻ്റെ അടുത്ത് സോറി ഒന്നും പറയണ്ട. വിക്രമിന് ഈ വീട്ടിലുള്ളവരെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാനതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരെയും ഒരുമിച്ച് നിർത്താനല്ലേ ഞാനും ശ്രമിക്കുന്നത്. ആ നന്ദിനിയേട്ടത്തി ഈ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഴപ്പിത്തല്ലി വിടുമ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിച്ചത്. നന്ദിനിയേട്ടത്തി വെറുതെ എന്നെ അതും ഇതും പറഞ്ഞതല്ലേ എന്നിങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വിക്രം ഇങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീട്ടിലെ ആരെക്കുറിച്ചും ഒന്നും അറിയില്ല. നന്ദിനിയേട്ടത്തി ഓരോന്ന് പറഞ്ഞ് എപ്പോഴും എല്ലാവരോടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ്.
എന്നിട്ട് വേദ പറയുന്നുണ്ട്, അതെങ്ങനെയാ, നിങ്ങൾക്ക് ഈ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഇങ്ങനെ അടിയും പിടിയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നടന്നാൽ മതിയല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ വീണ്ടും ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാൽ വിക്രമിനാണെങ്കിൽ വേദയൊന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്നൊക്കെ ഉണ്ട്. എന്നാൽ തനിക്കതിനെ കഴിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിക്രം ഇങ്ങനെ വേദയുടെ അടുത്ത് കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം നമ്മുടെ നന്ദിനിയാണെങ്കിൽ ജനൽ കൂടി ഒഴിഞ്ഞു നോക്കുന്നുണ്ട്. നീ കൊള്ളാടി, നിന്റെ നാക്കും ഇതും വെച്ചിട്ട് വിക്രമിനെയും കൂടി നീ വളച്ചെടുക്കാൻ നോക്കുവാണല്ലേ. ഞാൻ ഇതിനെല്ലാം ഒരു പരിഹാരം ഞാൻ കണ്ടെത്തി തരാം. നിന്നെ ഈ വീട്ടിൽ ഞാനിപ്പോൾ സുഖിച്ച് ജീവിപ്പിക്കാടി എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ഓരോന്നും സ്വയം മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ.